ഹലോ ഗായ്സ്, നിങ്ങളെ കാണുന്നത് 7th ഫെബ്രുവരി ഞാനും എൻ്റെ കുഞ്ഞേച്ചിയും കൂടി ഷോപ്പിങ്ങിന് പോകുന്ന കാഴ്ചയാണ്. ആക്ച്വലി ഷോപ്പിംഗ് മെയിൻലി ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, വല്യച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വല്യച്ഛനും ഫാമിലിക്കും പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ വല്യച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം, അതായത് 8th ഫെബ്രുവരി എൻ്റെ വീട്ടിലേക്ക് വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു. വല്യച്ഛൻ ആ സമയത്ത് എൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കല്യാണ പെണ്ണിനൊരു സെറ്റ് മുണ്ടെടുത്തു, പിന്നെ കല്യാണ ചെക്കനൊരു ഷർട്ട് എടുത്തു. പക്ഷേ ഷർട്ട് എടുത്ത വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ പെങ്ങളുടെ മകൾക്കോ ഒരു വയസ്സായതിൻ്റെ സെലിബ്രേഷൻ വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനും വില്ലേജിനും ഫാമിലിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കുഞ്ഞുവാവയ്ക്കും ഞങ്ങളൊരു ഉടുപ്പെടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ കയറിയപ്പോഴാണ് ഞങ്ങളെ കിളി പോയത്. അതായത് വെറുതെ നേരത്തെ ജനിച്ചു എന്നുള്ളതിൻ്റെ വിഷമത്തിലായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ജനിച്ചിരുന്നെങ്കിൽ വളരെ വെറൈറ്റി ആയിട്ട് നല്ല നല്ല ക്യൂട്ട് ഉടുപ്പുകൾ എടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾക്ക് വിഷമം തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഏത് ഡ്രസ്സ് എടുത്താലും അപ്പോൾ വല്യമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് എൻ്റെ അമ്മയും വല്യമ്മയും കൂടി തീരുമാനിക്കുന്ന ഡ്രസ്സായിരുന്നു ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാനും കുഞ്ഞേച്ചി ഒരു സിഗർ പാൻറ്റ് വീതം എടുത്തിട്ടുണ്ടായിരുന്നു. പാപ്പ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ആ വാർത്ത കേട്ടത്. അതായത് നാളെ വരാൻ നിന്ന ഈ ഗസ്റ്റുകൾ ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടു. ഞങ്ങളിപ്പോൾ തൊണ്ടയടത്തി ഇനി എങ്ങനെയാണ് വരിക ശിശിരയെന്ന് ചോദിച്ചിട്ട് അവരെ വിളിച്ചു. അപ്പം ഞങ്ങൾ ഇപ്ലിങ് ഞങ്ങൾ വിചാരിച്ചു ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മെല്ലെ എനിക്കധികം ഒന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഊരുതണ്ടൽ കഴിഞ്ഞിട്ട് എത്താമെന്നായിരുന്നു. പക്ഷേ അപ്പം പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി അവർക്ക് വേണ്ടി കുറച്ച് കുറച്ച് പലഹാരമൊക്കെ വാങ്ങി. പിന്നെ അവർക്ക് വേണ്ടി പാല് വാങ്ങാൻ പോയ കുഞ്ഞേച്ചി എനിക്ക് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് കയറാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാണുന്ന എല്ലാ കവറുകളും പുറത്ത് വെക്കേണ്ടി വന്നേനെ. പിന്നീട് ഞങ്ങൾ തൊണ്ടയടത്തിയവരെ കുറേ നേരം കാത്തിരുന്നു. പക്ഷേ ആക്ച്വലി അവർ തൊണ്ടയടത്ത് നേരെ വരുന്നതിന് പകരം ലെഫ്റ്റ് എടുത്ത് സ്റ്റാർ കെയറിന് മുമ്പിലുള്ള ഏതൊരു കടയിൽ ചായ കുടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി, അവരുള്ള ഹോട്ടലിലേക്ക്. അപ്പോഴാണ് മനസ്സിലായത് കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ഈ വരവിലില്ല. ഈ കുഞ്ഞുവാവിയും അവളുടെ അച്ഛനും അമ്മയും ഈ പറഞ്ഞ വല്യച്ഛൻ്റെ ഫ്രണ്ടും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞുവാവിനെ ഞാൻ വെറുപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര് ചിരിക്കുന്നേ? ആദ്യകയാണോ കുഞ്ഞുവാണോ? പിന്നെ അവരെയും കൂട്ടി അവർക്ക് എസ്കോട്ടായിട്ട് വരുന്ന വഴിയിൽ ഞാനും കുഞ്ഞേച്ചി ഒരു റീൽ എടുക്കാൻ തീരുമാനിച്ചു. അതിന് നല്ലൊരു ബ്ലോപ്പർ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ശരിക്കുള്ള റീൽ കണ്ടോളൂ. ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എവിടെയാണ് ഷോപ്പിങ്ങിന് പോയതെന്ന് ഞാൻ പറയാൻ വിട്ടുപോയെന്ന്. ഞങ്ങൾ കല്യാണ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കുട്ടി വ്ളോഗ് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ബൈ.